സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സമയം മുന്നോട്ട് പോയിരിക്കുക. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ആഷ്ലി വായിച്ച അതേ സംഭവമാണ് അടുത്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ സ്തോത്രം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 34-ാമത്തെ സങ്കീർത്തനം. സമയം പോയതിനാൽ 1 മുതൽ 5 വരെയുള്ള വാക്യം നമുക്ക് വാക്യപ്രതി വാക്യമായി വായിച്ചതിലേക്ക് ബോധപ്പെടുത്താം. വായിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവസാനത്തെ 5-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളുടെ വിശ്വസ്തനും വാക്കുമാറാത്ത നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, തന്നിരിക്കുന്ന നല്ല സങ്കീർത്തനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് അടികളോട് സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ ഒരു ദിവസമാണെന്ന് കുഞ്ഞുങ്ങളെല്ലാം പല പ്രോഗ്രാംസും പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ അവരുടെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനത്തിന് ചെറിയൊരു തോട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ സ്തോത്രം. 34-ാമത്തെ സങ്കീർത്തനം. ദാവീദ് അബീമേലെക്കിന് മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ചു. സ്തോത്രം. നമുക്കറിയാം ചരിത്രം. ശൗലിനെ പേടിച്ച് ദാവീദ് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് എത്തപ്പെട്ടതോ അവരുടെ ബദ്ധശത്രുവായ ഗത്തിലെ രാജാവായ ആഖീഷിന്റെ കൊട്ടാരത്തിൽ. പിടിക്കപ്പെട്ട് അവനെ ആഖീഷിന്റെ കൊട്ടാരത്തിൽ പോയി. അബീമേലെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗത്തിലെ രാജാവിന്റെ രാജനാമമാണ്. സ്തോത്രം. അപ്പൊ ആഖീഷ് എന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ പെട്ടു. എന്നാൽ അവിടെ ബുദ്ധിഭ്രമം നടിച്ചിട്ട് തുപ്പലൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു ദാവീദിനെ. ഈ നാട്ടിൽ വേറെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ പുറത്താക്കും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചു ദാവീദ്. ആ ദാവീദ് നന്ദി സൂചകമായിട്ട് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 34-ാമത്തെ സങ്കീർത്തനം. സ്തോത്രം. ഈ സങ്കീർത്തനത്തിന്റെ 2 ഭാഗങ്ങളാണ്. 1 മുതൽ 10 വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് എന്നോടൊപ്പം സന്തോഷിക്കുക. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതിന്റെ 11 മുതൽ 22 വരെയുള്ള ഭാഗം എന്നോടൊപ്പം പഠിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ഭാഗം ക്രിസ്തീയ ആരാധന. സ്തോത്രം. 11 മുതൽ 22 വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ലോർഡ്. പലപ്പോഴും ഈ ക്രിസ്തീയ ആരാധനയും ക്രിസ്തീയ ജീവിതവും തമ്മിൽ ഒന്നാണ് ധരിക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. കാരണം ക്രിസ്തീയ ആരാധനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ക്രിസ്ത്യാനിയായി ഇനിയിപ്പം സകലം തികഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. എന്നാൽ ചില കൂട്ടരുണ്ട്, എനിക്കങ്ങ് നേരെ ചൊവ്വേ ജീവിച്ചാൽ മതി, ഈ ആരാധന കൂട്ടങ്ങളൊന്നും വേണ്ട, അതൊക്കെ ദൈവം കാണുന്നുണ്ട്, എന്റെ ജീവിതം കാണുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇത് രണ്ടും ഒരു ക്രിസ്ത്യാനിക്ക് അത്യാവശ്യമാണ്. ക്രിസ്തീയ ആരാധന വേറെ, ക്രിസ്തീയ ജീവിതം. അത് വരച്ചു കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 34-ാമത്തെ സങ്കീർത്തനം. അതിന്റെ വളരെ പെട്ടെന്ന് പോകാണ്. 1-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. സ്തോത്രം. ഇത്ര മനോഹരമായ വാക്യമാണ്. എല്ലാ കാലത്തും വാഴ്ത്തും. സലോമോൻ സഭാപ്രസംഗം പറയുന്നത് എല്ലാത്തിനും ഒരു കാലമുണ്ട്. സ്തോത്രം. ദുഃഖിക്കാനൊരു കാലം, സന്തോഷിക്കാനൊരു കാലം, നടുവാനൊരു കാലം, പറിച്ച് കളവാനൊരു കാലം, കല്ല് പറക്കി കൂട്ടുവാനൊരു കാലം, അത് ചിതറിച്ച് കളയുവാനൊരു കാലം, പണിയുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം. എന്നാൽ ഒരു വിവാഹ സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലോ, സുഖത്തിനും ദുഃഖത്തിനും എല്ലാ സമയത്തും എന്ന് പറയുന്ന മാതിരി എല്ലാ സമയത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദാവീദ് പറയാണ്,
തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, എന്റെ കഷ്ടകാലത്ത് ദൈവം എനിക്ക് തുണ നിന്നു, സ്തോത്രം. എന്നെ വിടുവിച്ചു, ഞാൻ അവനെ രുചിച്ചവനു. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്, സ്തോത്രം. 8-ാമത്തെ വാക്യത്തിൽ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയും. സ്തോത്രം, പ്രൈസ് ലോർഡ്. അത്രമാത്രം ഞാൻ രുചിച്ചറിഞ്ഞു എന്റെ ജീവിതത്തെ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എല്ലാ കാലത്തും വാഴ്ത്തും. മാത്രമല്ല അവന്റെ സ്തുതി എപ്പോഴും എന്റെ അത് മറന്നുപോലും നാവിന്മേലിരിക്കും. ഇന്ന് പലർക്കും പറയാം, ദൈവത്തോടുള്ള ഭക്തി എന്റെ ഹൃദയത്തിലുണ്ട്, അത് മതി, എനിക്കിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ അതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. എന്നാൽ ദൈവം എന്തെങ്കിലും നന്മ ചെയ്താൽ അത് ദൈവനാമ മഹത്വത്തിന് പറയാം, സ്തോത്രം, പ്രൈസ് ലോർഡ്. പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അത് തന്നെയാണ് പറയുന്നത്. എന്റെ ഉള്ള യഹോവയെ പ്രശംസിക്കുന്നു, അത് കേട്ട് എളിയവർ അത് കേട്ട് സന്തോഷിക്കും, സ്തോത്രം, പ്രൈസ് ലോർഡ്. ദൈവം ചെയ്ത വിടുതലുകൾ, നന്മകൾ അത് പറയുമ്പോൾ എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ആ വാക്ക് നിങ്ങൾ മറന്നുപോയത്, എളിയവർ, സ്തോത്രം, താഴ്ന്നവർ. എന്നാൽ നമ്മൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ആ വിടുതലുകളൊക്കെ പറയുമ്പോൾ മസ്തപിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ആരുമില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, സ്തോത്രം. എന്നാൽ എളിയവർ അത് കേട്ട് സന്തോഷിക്കും, സ്തോത്രം, പ്രൈസ് ലോർഡ്. അത് മാത്രമല്ല, 3-ാമത്തെ വാക്യം പറയാം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചേർന്ന് നാമത്തെ ഉയർത്തുക, സ്തോത്രം. എന്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് പങ്കുചെയ്യുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. എന്റെ നന്മയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അതല്ല, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുവാനും നമുക്ക് കഴിയുന്നു, സ്തോത്രം, പ്രൈസ് ലോർഡ്, സ്തോത്രം. ദാവീദ് പറയാൻ ഉള്ള കാരണമാണ് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു, സ്തോത്രം, പ്രൈസ് ലോർഡ്. നമുക്ക് പല ഭയങ്ങളാണല്ലേ, എന്തെല്ലാം ഭയങ്ങളാണ്. ദാവീദ് ജീവിതത്തിൽ ഒരു ഭയമല്ല. ഒരു വശത്ത് ശൗലിന്റെ പടയാണ്, മറ്റേ സൈഡിൽ ഇപ്പോ ആകീഷിന്റെ പടമാണ്, സ്തോത്രം, പ്രൈസ്. എന്റെ നടുവിൽ നിന്നിട്ട് ഭയം നിൽക്കുന്ന ദാവീദ് എന്നാൽ ദൈവത്തോട് ഒരു കാര്യം അപേക്ഷിച്ചു. ആ പ്രാർത്ഥന കേട്ടിട്ട് സകല ഭയത്തിൽ നിന്നും, ഇനി ഒരു ഭയവും വേണ്ട ജീവിതത്തിൽ, എല്ലാ ഭയത്തെയും തുടച്ചു മാറ്റി, സ്തോത്രം, പ്രൈസ് ലോർഡ്. അവൻ എനിക്ക് ഉത്തരമായി, സ്തോത്രം. ഇതാണ് സ്തുതിയുടെ, ആരാധനയുടെ ഭാഗം, സ്തോത്രം. പലപ്പോഴും നമുക്ക് ഈ സ്തുതിക്കുവാൻ പറയുമ്പോൾ നമുക്കത് ജീവിതത്തിൽ നമുക്ക് വാക്കുകൾ വരത്തില്ല, സ്തോത്രം. എങ്ങനെ സ്തുതിക്കണമെന്ന് അറിയത്തില്ല. പലപ്പോഴും ഈ സ്തുതി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജൽപ്പനം ചെയ്ത് മാറ്റി സ്തോത്രം, 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 സ്തോത്രം ഇങ്ങനെ പറഞ്ഞ കളിയാണ്. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്ന് ഒരു ജൽപ്പനം മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതല്ല സ്തുതി. ദാവീദ് പറയുന്ന മാതിരി, അവൻ എന്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ വിവരിക്കാം, സ്തോത്രം. അതിങ്ങനെ എടുത്ത് പറയുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. അവിടെ പറയുന്നത്, എന്റെ ഉള്ള യഹോവയെ പ്രശംസിക്കുന്നു, ഐ ആം പ്രൗഡ് ഓഫ് മൈ ഗോഡ്, സ്തോത്രം, പ്രൈസ് ലോർഡ്. നമുക്ക് എങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ഒരു നല്ല പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പറയാം, ഐ ആം പ്രൗഡ് ഓഫ് യു എന്നത് പറയത്തില്ല, ഞാൻ നിന്നെ പ്രശംസിക്കുന്നു എന്ന് പറയത്തില്ലേ? പക്ഷെ ദൈവത്തിന് ഇത്ര മനോഹരമായ രക്ഷ നമുക്ക് ഒരുക്കി തന്ന ആ ക്രൂശ് നമുക്കൊന്ന് പ്രശംസിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം, പ്രൈസ് ലോർഡ്. പൗലോസ് പറയുന്നത്, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു, സ്തോത്രം, പ്രൈസ് ലോർഡ്. സ്തോത്രം. നമുക്ക് നമ്മുടെ ദൈവത്തിനൊന്ന് പ്രശംസിക്കാം. അതാണ് ദൈവത്തിനുള്ള സ്തുതി എന്ന് പറയുന്നത്. എന്നാൽ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറഞ്ഞ് ഏതാണ്, മക്കളെ വന്ന് ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിഷന്നിരിക്കും, എന്നാൽ യഹോവയെ രക്ഷിക്കുന്നവർക്ക് ഒരു കുറവും വരികയില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം, ആ സ്തുതിയുടെ വാചകങ്ങളുടെ ശേഷം പിന്നീട് വരുന്ന ഒരു ആഹ്വാനമാണ്. അത് ഇന്നത്തെ യൂത്ത് മീറ്റിംഗിന് ഏറ്റവും അനുയോജ്യമാണ്, സ്തോത്രം, പ്രൈസ് ലോർഡ്. മക്കളെ എന്ന് വിളിച്ചുകൊണ്ട്, സ്തോത്രം, പ്രൈസ് ലോർഡ്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട്, സ്തോത്രം. ദാവീദ് പറയാണ്, എനിക്ക് വന്നൊന്ന് ചെവി തരുകയും യഹോവയുടെ ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം, പ്രൈസ് ലോർഡ്. എന്താണ് ഭക്തി? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആ ഭക്തി നമ്മൾ എന്തിനാണ് ഭക്തി കൊണ്ട് നടക്കുന്നത്? സ്തോത്രം. അതൊന്ന് ആദ്യം ചിന്തിക്കണം. ആ ഒരു ക്ലോസ് ആണ് ദാവീദ് 12-ാമത്തെ വാക്യത്തിൽ വെച്ചത്.
ആ ഭക്തിയെ പറ്റി ഉപദേശിക്കുന്നതിന് മുമ്പ് എന്താണ് ആ ക്ലോസ്? ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ സ്തോത്രം, പ്രൈസ് ഗോഡ്. ആരാണ് ഈ നല്ല ജീവിതം ആഗ്രഹിക്കാത്തത്? നല്ലവണ്ണം ഒന്ന് ജീവിക്കണം എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? നന്മ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ജീവിതത്തിൽ ഒരു നന്മ കാണണ്ടേ? സ്തോത്രം. അപ്പം ഈ ദൈവത്തെ വിളിക്കുന്നത് എന്തിനാണ്? ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരു നന്മ വരണമേ, ഒരു ദീർഘായുസ്സ് ഉണ്ടാകണമേ എന്നൊക്കെ ചിന്തിച്ചല്ലേ നമ്മൾ ഈ ദൈവത്തെ വിളിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്. എന്നാൽ അതിനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തരാമെന്ന് ദാവീദ് മുന്നിൽ വിളിക്കും. മക്കളെ, വാ, ജീവിതത്തില്ല. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. സ്തോത്രം. 3 പോയിന്റാണ്. അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. എന്താണ് ഭക്തി? ഒന്ന്, ദോഷം ചെയ്യാതെ നാവിനെ കാത്തുകൊള്ളണം. സ്തോത്രം. സകലവിധ ദോഷത്തിനെ കാരണമാണ് നാം. അത് വലിയ കാട് കത്തിച്ചിരുന്ന യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു. സ്തോത്രം. ആ നാവിനെ നീ കാത്തുകൊണ്ടാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്. വ്യാജം പറയാതെ നിന്റെ അതിർത്തെ നീ കാത്തുകൊണ്ടാണ്. സ്തോത്രം. ഭക്തിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് നീ വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഭക്തിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് നാം വെച്ചു. നമ്മുടെ നാവിനെ കാത്തുകൊണ്ടാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്. അത് നാവ്, സംസാരം. കാരണം എല്ലാ പ്രശ്നത്തിനും കാരണം അതാണ്. കുടുംബ പ്രശ്നത്തിന് കാരണം അതാണ്. സഭകളിൽ നടക്കുന്ന പ്രശ്നത്തിന് കാരണം അതാണ്. നാവിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയാതെ നമ്മൾ എടുത്തു ചാടിയവരോട് പറയുന്നുണ്ട്. പിന്നെ വ്യാജം പറയാതെ ഇല്ലാത്ത കാര്യം നാം പറയുന്നുണ്ട്. സ്തോത്രം. അതാണ് സകലവിധ പ്രശ്നത്തിനെ കാരണം. സ്തോത്രം. അത് നീ കാത്തുകൊണ്ടാണ് നീ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചോ, നിന്റെ ഭക്തിയോടെ, ദൈവത്തോടുള്ള ഭക്തിയോടെ. രണ്ടാമത് എന്താണ്? പ്രവൃത്തിയിൽ വരികയാണ്. സ്തോത്രം. ദോഷം വിട്ടകന്ന ഗുണം ചെയ്യുക. ഒന്നാമത്തത് പറയുക, രണ്ടാമത്തത് പ്രവർത്തിക്കുക. എന്താണ്? ഗുണം ചെയ്യുക. സ്തോത്രം. നന്മ ചെയ്യുക. സ്തോത്രം. അതാണ് യാക്കോബ് പുസ്തകം പറയുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യക്തമാണ്. അതെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സ്തോത്രം, പ്രൈസ് ഗോഡ്. അത് വെറുതെയാണ്. സ്തോത്രം. ദോഷം വിട്ടകന്ന് നീ ഗുണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മറ്റുള്ളവരുടെ നന്മ കാണുവാനും അവർക്ക് നന്മ ചെയ്യുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ, സ്തോത്രം. ചിലർ പറയാറുണ്ട്, ഞാൻ ഗുണത്തിനോ ദോഷത്തിനോ പോകത്തില്ലാന്ന് പറയുന്നത്. അല്ല, ഗുണത്തിന് പോയേ പറ്റും. മറ്റുള്ളവരുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുക, അവർക്ക് ആ നന്മ ചെയ്തു കൊടുക്കുകയും വേണം. സ്തോത്രം. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ദൈവഭക്തിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. സ്തോത്രം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക. സ്തോത്രം, പ്രൈസ് ഗോഡ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ കാണുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം, പ്രൈസ് ഗോഡ്. സമാധാനത്തെ പിന്തുടരുന്ന അവസ്ഥ, സമാധാനം ഉണ്ടാക്കുന്ന അവസ്ഥ. സ്തോത്രം, പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നാവിനെ കല്യാണിട്ട് കാത്തുകൊണ്ടാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഗുണം അത് പ്രവൃത്തിയിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എല്ലാവർക്കും സമാധാനം നാം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഭക്തിയായി, അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്. ആദ്യം നമ്മൾ കേട്ടത് ക്രിസ്തീയ ആരാധന, രണ്ടാമത് വന്നത് ക്രിസ്തീയ ജീവിതം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഒരു ദൈവ പൈതല് ക്രിസ്തുവിനെ സാധിപ്പിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം സുഖമാകും, എല്ലാം നന്മയാകും എന്ന് വചനം പറയുന്നു. സ്തോത്രം, പ്രൈസ് ഗോഡ്. ബാലസമയങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുക എന്നാൽ യഹോവയെ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്ക് കുറവില്ല എന്ന് പറയുന്നു. എന്നിട്ട് 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അപ്പോ നീതിമാന് മരണമില്ലേ? നീതിമാന്മാർ കൊല്ലപ്പെടുന്നില്ലേ എന്ന് ചോദ്യം വരും. സ്തോത്രം. അതിനാണ് അവസാനത്തെ വാക്യത്തിൽ ദാവീദ് കൺക്ലൂഡ് ചെയ്തത്. നീതിമാന്മാരും മരിക്കും, അവരും കൊല്ലപ്പെടും, എന്നാൽ യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ
നമ്മുടെ പ്രാണനൊരു വീണ്ടെടുപ്പുണ്ട്. നാം മരിക്കും. നമുക്കുണ്ട് മരണം, നമുക്കുണ്ട് അപകടം, നമുക്കുണ്ട് രോഗം. എന്നാൽ സ്തോത്രം, അത് അവസാനിക്കുന്നില്ല. ദുഷ്ടൻ കൊല്ലപ്പെടുമ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിക്കുമ്പോൾ നീതിമാന്റെ പ്രാണനൊരു വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം, അത് നാം മറന്നു പോകരുത്. അതിനു വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആ സ്തോത്രം അവർക്കുള്ള പോംവഴിയാണ് പറഞ്ഞത്. എന്റെ നാവിനെ നീ കാത്തുകൊള്ളാം. സ്തോത്രം. പ്രൈസ് ലോർഡ്. നീ മറ്റുള്ളവർക്ക് ഗുണം ചെയ്താൽ സ്തോത്രം സമാധാനം അന്വേഷിച്ചാൽ അതിനെ പിന്തുടർന്നാൽ ആ വഴിയെ പോകാം. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. സ്തോത്രം. സ്തോത്രം. ഈ വരുന്ന ദൈവത്തിന്റെ സ്തോത്രം.